എൻ്റെ ആൻറ്റി ചെക്കൻ കോഴി നേരെയൊക്കെ നോക്കി നിൽക്കണവൻ. അതാ മുട്ടക്കോഴി. അതവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. വരാൻ പറയണ, വരാൻ പറയണ. ആ അതവിടെ ഉണ്ട് പൂച്ച. ഇവിടെ മീൻ നേരെയൊക്കെയുണ്ട് പൂച്ച കിട്ടണം അവിടെ. അപ്പൊ എവിടെ പൂച്ച കേട്ടാ? ഓ ഓ അമ്മേ പറഞ്ഞു. അമ്മേ പറയും, ഞാൻ പറയില്ലേ, അതെന്നെ പിടിച്ചാണ്. വെറു പറയണ്ട. ആ വാടി പോയി. നാടൻ കോഴി പറഞ്ഞാൽ 3 കോഴി 600 രൂപ കണ്ടോ. 2.5 കിലോ ഇറച്ചിയുണ്ട് കേട്ടോ. നല്ല ലാഭം. അപ്പോൾ കറി വയ്ക്കുന്ന വീഡിയോ നമുക്ക് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കുന്നത് കാണിക്കാം കേട്ടോ. നാടൻ കോഴി കറി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2.5 കിലോ ഇറച്ചി ഉണ്ടാവും കേട്ടോ. നാടൻ കോഴിയാണ്. അതിലേക്ക് ഒരു പിടി ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉണ്ടാവും തീരാ. ഞാൻ അങ്ങനെയാണ് ഇടുക. തക്കാളി, സവാള ഒരു 3 വലിയ വലുത് കേട്ടോ. 3 അല്ല 4 എണ്ണം സവാള. പിന്നെ ഇഞ്ചി ഒരു 100 ഗ്രാം. പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് ചതച്ചത്, അത് 100 ഗ്രാം കേട്ടോ. ബാക്കി നമുക്ക് താളിപ്പിന് വയ്ക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? കത്തി എടുക്കട്ടെ. മിന്നു പറയും കത്താണ്ടെടുക്കാൻ. കത്തി എടുക്കാൻ പറഞ്ഞാൽ മിന്നു പറയും കത്താണ്ടെടുക്കാൻ. കുക്കോ ഹലോ പറയണ്ട. ചെണ്ടുമല്ലി മഞ്ഞൾപ്പൊടി ഇതിൽ നന്നായിട്ട് ഇടാം കേട്ടോ. എന്തെങ്കിലും ടോക്സിക് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അതുപോലെ തന്നെ മല്ലി, നമ്മൾ വറുത്ത് പൊടിച്ച മല്ലിയാണ്. അത് കാരണം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. പിന്നെ ചിക്കൻ മസാല ഞാൻ തന്നെ പൊടിച്ച് വെച്ച ചിക്കൻ മസാലയുണ്ട്. ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ. കഴിഞ്ഞു. ഇനി വറുത്തുണ്ടാക്കണം. പിന്നെ വേണ്ടത് കുരുമുളകും ജീരകവും കൂടെ പൊടിച്ച് വെച്ചാണ്. ഒരു ടേബിൾ. ഞാൻ ഒരു അളവ് എനിക്ക് കറക്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് അങ്ങനെ വെക്കുന്നത്. നിങ്ങളൊക്കെ അളന്നിട്ട് വെച്ചാൽ മതി. ഒരു ടേബിൾ സ്പൂൺ കേട്ടോ. നല്ലോണം വേണം. ഒരു മണം വരണ്ടേ, കുരുമുളകിൻ്റെ ഒരു എരിച്ചിലൊക്കെ വരണ്ടേ, എരിച്ചിലും പുകച്ചിലൊക്കെ വരണ്ടേ. കുരുമുളക് ഇട്ടാൽ തന്നെ നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. ചിക്കൻ വെച്ചാൽ അത് അറിയണ്ടേ. എൻ്റെ അമ്മ ഇളകണില്ലല്ലോ. വാടാ ഓടി വാ. ഒരു 1/2 കപ്പ് വെള്ളം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് കറി വയ്ക്കുമ്പോഴേ അതിന് പ്രത്യേക ഒരു ഡീസലാണ് തോന്നുന്നത്. മണ്ണെണ്ണയാണ് പെട്ടെന്ന് പിടിക്കുക.
ഡീസലൊരു ചത്തടപാട് അല്ലേ? ഇതൊക്കെ നമ്മുടെ മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോള്. നമ്മുടെ പഴയ ഉരുളി, ഗ്യാസിൽ വെക്കാൻ പുതിയ ഉരുളിയാണ്, ഇത് പഴയ ഉരുളിയാണ്. ഉരുളി ചൂടായി വരട്ടെ അല്ലേ? എണ്ണച്ചട്ടി റെഡി ആയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് സവാള ഇട്ടുണ്ടാകും, അതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പും ഏലും. നന്നായി ചൂടായി നിന്ന് ഫോൺ ചെയ്തപ്പോൾ സംസാരിച്ചുകൊണ്ട് നിന്നു, അത് കാരണമാണ് ചട്ടി ചൂടായത് വേഗം. നല്ല മണമുണ്ടാവും വീട്ടിൽ. ഒരു നാടൻ കോഴിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ ഉലുവ ഇടണം. ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് പഴുത്തത് കൊണ്ടുവന്ന കടയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. ഗരം മസാല പൊടിച്ചതില്ല, ഇപ്പോൾ ചിക്കൻ മസാല പൊടിച്ചതിൽ ഒരു അല്പം ഇത് കൊടുത്തിട്ടാണ്. നമുക്ക് ഇത് അതിലേക്ക് മറിച്ചിടാം. മറിച്ചിടാ പറഞ്ഞ പോലെ തന്നെ മറിഞ്ഞു വിടും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. സെക്കൻഡ് മതി ഇതാ. തേങ്ങ കഴുകി കഴിഞ്ഞു. നമ്മുടെ ഇറച്ചി വെന്തു ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ആയിക്കണ്ടോ. ഇനി നമ്മളെന്താ ചെയ്യാന്നറിയോ, ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിക്കുക എന്നുള്ളതാണ്. കണ്ടോ, 1-ാം പാലും 2-ാം പാലും ഒക്കെ ഉണ്ട്. ഇത് ചെറിയ തീയിലിരുന്നിട്ട് ഇങ്ങനെ കുറുകും, അടച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറുകിയിരിക്കും. അപ്പോൾ നല്ലോണം വേവും ചെയ്യും, തേങ്ങാപ്പാലിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ഇറക്കണ സമയത്ത് മല്ലിയില ഇട്ടാൽ മതി കേട്ടോ. ഇനി കുറേ നേരം ഈ ചെറിയ തീയിൽ അടുപ്പിൽ തന്നെ വയ്ക്കും. കുക്കു വന്ന് എടുത്ത് കഴിച്ചിട്ട് പോയതാണ്, ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. ഓക്കെ, ഒരു പൊടിക്ക് ചെറുനാരങ്ങയുടെ അതായത് എല്ലാ ടേസ്റ്റും കൂടെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ കേട്ടോ. തക്കാളി പൊടിയില്ലാത്ത തക്കാളിയാണേ. നമ്മൾ അടച്ച് വെക്കാൻ പോവാണേ. അരി ഉഴുന്ന് ഉലുവയും കൂടെ അരച്ചിട്ട് കുറച്ച് റാഗി പൗഡറും കൂടെ ചേർത്തിട്ടാണ് നല്ല അടിപൊളി കിടിലൻ ദോശ ഉണ്ടാക്കാൻ പോണത്. ഇന്ന് സ്പെഷ്യൽ നെയ്ച്ചോറും ബിരിയാണിയൊന്നും അല്ല, അടിപൊളി ദോശയാണ് കേട്ടോ. അങ്ങനെ ദോശ ഭയങ്കര ഇഷ്ടമാണ്. നാടൻ കോഴിക്കറിയും ദോശയും നൊസ്റ്റാൾജിയ. ഇപ്പോൾ നമ്മുടെ കറി ഒരുവിധം വെള്ളമൊക്കെ വഴറ്റി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ റോസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ വറ്റി ശരിക്കും റോസ്റ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ദോശയും കോഴിക്കറിയും. ഒരു നൊസ്റ്റാൾജിയാണ്. പക്ഷേ കുമ്പളങ്ങയൊക്കെ ഇടണം, കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചാൽ അടിപൊളിയായിരിക്കും കുറച്ചും കൂടെ. പക്ഷേ അങ്ങനെ അല്ലാതെ ഒരു വരട്ടി തേങ്ങാപ്പാൽ വെച്ച് വരട്ടിയ കറി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാർ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. കേട്ടോ, വരട്ടിയതും സാധനവും വേണം, പിന്നെ ചാറും വേണം. നോക്ക് കൊടുക്കണ ഒരു കൊട്ട് കഴുകി. എന്നിട്ട് എങ്ങനെയുണ്ട് പറയും ഫീഡ്ബാക്ക്. ഇത് കൊണ്ടോ
ഗ്രേവി ഗ്രേവി ഇവിടെ വേണ്ടാവാൻ തന്നെടാ ഗ്രേവി ഇല്ലാണ്ട് വെച്ച് ഗ്രേവി വേണ്ട. ഇത് ചിക്കൻ റോസ്റ്റ്. ഇത് ഇഡ്ഡലി ഉണ്ടാക്കാൻ മാവ് മകന് കൊടുത്തു വിട്ടണം.